പറഞ്ഞ വ്യക്തിപരമായിട്ട് ഞാൻ ആരെയും എടുത്തു പറയില്ല. ഇത് അഭിനയിച്ചുള്ള ഓരോ വ്യക്തികളും, ശ്രീനാഥ് ബാസി അടക്കം, ലാല്, പിന്നെ TG, അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് പേരുടെ പേര് പറയണം. അപ്പോൾ ആരും മോശമല്ല, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തിനെ ഞാൻ എടുത്തു പറയുന്നില്ല. ആ കാസ്റ്റിംഗ് ഉഗ്രനാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ഡയറക്ഷനാണ്. നമ്മൾ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി സസ്പെൻസ് ഞാൻ പറയില്ല. നല്ലൊരു പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ എല്ലാവരും പ്രതീക്ഷ സ്ഥലത്തൊക്കെ റിയാക്ട് ചെയ്തു. സോ വർക്കായിട്ടുണ്ട്, എല്ലാവരും ഓഡിയൻസിനൊക്കെ ഇഷ്ടപ്പെട്ടു. സോറി, നല്ല സിനിമയാണല്ലോ. ഒബ്വിയസ്ലി ത്രില്ലറാണ്, ജയിൽ ബ്രേക്ക് അല്ലേ, സോ ഇറ്റ് ഈസ് വർക്ക് വെൽ. നല്ല റെസ്പോൺസ് ഉണ്ട്, പ്രേക്ഷകർ നല്ല റെസ്പോൺസ് ഉണ്ട്. എല്ലാവരും മഴ കാരണം കുറച്ച് ടെൻഷൻ ഉണ്ട്, അപ്പം തിയേറ്റേഴ്സിൽ എല്ലാവരും വന്ന് കാണണം. എഡ്ജ് ഓഫ് ദി 3 സീറ്റ് ത്രില്ലറാണ്. എല്ലാവരും വന്ന് തിയേറ്റേഴ്സിൽ എൻജോയ് ചെയ്യും. നല്ല സിനിമയായിരുന്നു. രവീണയ്ക്ക് ആക്ച്വലി പെർഫോം ചെയ്യാനായിട്ട് ഭയങ്കര സട്ടിലായിട്ട് എക്സ്പ്രസ് ചെയ്ത് കാണിക്കാനുള്ള ഒരു അവസരമായിരുന്നു. സോ അതുകൊണ്ട് ഭയങ്കര ഷീസ് ഡൺ എ വണ്ടർഫുൾ ജോബ്. സിനിമ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ശരിക്കും ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. അത് ഞാൻ സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴത്തേക്കും ആദ്യം വിചാരിക്കും എന്താ സംഭവിക്കുന്നതെന്ന്. ബട്ട് ടുവേർഡ്സ് ദ എൻഡ് ക്ലൈമാക്സിൽ നമ്മൾ വിചാരിച്ച പോലെയല്ല കഥ. ഭയങ്കര അടിപൊളിയായിരുന്നു, ട്വിസ്റ്റായിരുന്നു, ഭയങ്കര രസമായിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല, ബട്ട് സൂപ്പർ. എൻജോയ് ദ മൂവി. ബാസി ഭയങ്കര അടിപൊളിയായിരുന്നു. ആദ്യം ഭയങ്കര പാവമായിട്ടൊക്കെ നമ്മൾ വിചാരിക്കും, പക്ഷേ അവസാനമാകുമ്പോഴത്തേക്കും ട്വിസ്റ്റാണ്. പിന്നെ ലാൽ സാറ്, TG രവി സാറ്, രവീണയുടെ പെർഫോമൻസ് എല്ലാവരും നല്ലതായിരുന്നു. അതായിരുന്നു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സോ തിയേറ്ററിൽ വന്ന് കണ്ട എൻജോയ് ചെയ്യാൻ പറ്റും. സോ വെരി ഹാപ്പി ഫോർ രവീണ, ഓൾസോ വെരി ഹാപ്പി ഫോർ ദ ഡയറക്ടർ. നല്ല ഡയറക്ഷനാണ്. മ്യൂസിക് വാസ് ഓൾസോ നൈസ്. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. തകർത്താടിയിട്ടുണ്ട്. ക്ലൈമാക്സ് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സാണ്. സൂപ്പർ സാധനം. ബാസിക്ക് ഇപ്പോൾ വേണ്ട ഒരു സാധനമാണ്. സാഗർ ഇതിൻ്റെ സ്റ്റോറി, സാഗറേട്ടനായാലും ഡയറക്ടറായാലും തകർത്താടിയിട്ടുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സിനിമയാണ്. സൂപ്പർ, എല്ലാവരും കാണണം, മസ്റ്റ് വാച്ചബിളാണ്. ബാസി ചേട്ടൻ സൂപ്പറാണ്. പക്ക പുള്ളിയുടെ പടം എന്ന് വെച്ചാൽ എല്ലാവരും ഓടിപ്പോയിരുന്ന തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുമല്ലോ. ഞാനും പുള്ളിയുടെ ഭയങ്കര വലിയൊരു ഫാനാണ്. ബാസി ചേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിൽ ഞാനും വളരെ സന്തോഷത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വാച്ച് ചെയ്യാം തിയേറ്ററിൽ. നിങ്ങൾ കണ്ടോ? ഇല്ലല്ലോ. തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഫാമിലി ത്രില്ലറാണ്. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പോലും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതാണ് ഇതിൻ്റെ ട്വിസ്റ്റ് എന്നുള്ളത്. എന്തായാലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ, ഇതുവരെ ഇങ്ങനെ ഒരു ചെയ്തിട്ടുണ്ട് പുള്ളി, പല പല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു ക്യാരക്ടർ ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. പുള്ളി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. കണ്ടു, അടിപൊളിയായിട്ടുണ്ട്. നല്ല എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവറി വൺ. ലാലാണെങ്കിലും ബാസിയാണെങ്കിലും എവറി സ്മോൾ ക്യാരക്ടറാണെങ്കിലും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ഡയറക്ഷൻ നന്നായിട്ടുണ്ട്. മ്യൂസിക് അടിപൊളിയായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും സോങ്സും സ്ക്രിപ്റ്റ് തന്നെ നല്ലൊരു സസ്പെൻസ്, നല്ല ത്രില്ലർ മൂവി. സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ ഒരു സസ്പെൻസ് ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ അറ്റം വരെ ബോറടിക്കുകയില്ല. ഇറ്റ് ഈസ് നമുക്കൊരു എക്സ്പെക്റ്റേഷനിലാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇറ്റ്സ് വെരി നൈസ്ലി ഡൺ. ഫാമിലിയായിട്ടൊക്കെ കാണാം. നല്ല അടിപൊളി സിനിമ. ഏതാ? തിയേറ്റർ എക്സ്പീരിയൻസ് വേണം. എന്നാലും ആ ത്രില്ലറിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും ഈ അറ്റ്മോസ്ഫിയർ കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവുള്ളൂ. എന്നാലും നമുക്ക് ആ ഒരു ഫുൾ ഇമ്പാക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ. ത്രില്ലർ മൂവിയാണ്. ഫാമിലിയായിട്ടൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന മൂവിയാണ്. പിന്നെ മ്യൂസിക്കൊക്കെ അടിപൊളി, ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളി. എല്ലാവരും നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇത്രയും നിറയെ ഫൈറ്റ് ബാസിയുടെ പെർഫോമൻസ് സൂപ്പറായിട്ടുണ്ട്. വ്യത്യസ്ത ക്യാരക്ടർ, നല്ല ഡിഫറൻസ് ഉണ്ട്. സാധാരണ ചെയ്യുന്ന പോലത്തെ റോളേയല്ല. അങ്ങനത്തെ ഒരു ചോക്ലേറ്റ് ബോയ് അങ്ങനത്തെ രീതിയിലൊന്നും അല്ല. നല്ല കിടലായിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല പുള്ളി ഇങ്ങനത്തെ ഒരു റോൾ